കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏട്ടൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ റെഡിയാവില്ലായിരുന്നോ? ഞാൻ പറഞ്ഞെന്നല്ലേ പറയുന്നേ? പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഞാൻ കള്ളം പറയുവാണെന്നോ? അപ്പൊ ഞാൻ കള്ളം പറയുന്നെന്നാണോ പറയുന്നേ? താൻ ശരിക്കും കേൾക്കാത്തോണ്ടാവും. ഏട്ടൻ വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ടാ. എടോ, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാ. ഞാൻ ക്ലിയർ ആയിട്ട് തന്നെയാ കേട്ടത്. അപ്പൊ തെറ്റ് എന്റെ ആണെന്നോ? അപ്പൊ ഞാനാണോ തെറ്റിയത്? തീർച്ചയായിട്ടും തെറ്റ് തന്റെ തന്നെയാ. അല്ല ഏട്ടന്റെയാ. അല്ല, തന്റെ തന്നെയാ. ഏട്ടന്റെ തന്നെയാ. ശരി, എന്റേത് തന്നെ. അതെ, എന്റെ തെറ്റാ. കണ്ടില്ലേ, ഇപ്പൊ സംഭവിച്ചല്ലോ. ഫസ്റ്റ് ഏട്ടനാ തെറ്റിയതെന്നാ പറഞ്ഞത് എന്നോട്. ഓ മൈ ഗോഡ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. അല്ല, ഏട്ടന്റെയാ. താൻ ശരിക്കും കേൾക്കാത്തോണ്ടാ. ഏട്ടൻ ശരിക്കും കേൾക്കാത്തോണ്ടാ. അതെ, ഞാൻ ഒരിക്കലും മിസ്റ്റേക്ക് കാണിക്കാറില്ല. ഞാനും കാണിക്കാറില്ല. പിന്നെ എന്താ റെഡിയാവാത്തെ? റെഡിയാകാൻ എന്നോട് ഏട്ടൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞെന്നല്ലേ പറയുന്നേ? പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ പറഞ്ഞ. നോക്കുണ്ണി, നിന്റെ അമ്മ എന്നോട് കള്ളം പറയുന്നുണ്ടോ? ഏട്ടനാ എന്നോട് കള്ളം പറയുന്നേ. ഇവളാണെങ്കിൽ ആകെ ആബ്സെന്റ് മൈൻഡിൽ ഇരിക്കുക. ഞാൻ ആബ്സെന്റ് മൈൻഡിലൊന്നും അല്ല ഇരിക്കുന്നേ. ഏട്ടനാ ശരിക്കും കൺവേ ചെയ്യാത്തത്. എന്താ അച്ഛാ ചെയ്യാത്തെ? അത് ഞാൻ കൺവേ ചെയ്തതാ. ഇല്ല, ചെയ്തില്ല. നോക്ക്, നീ ഇങ്ങനെ പറയണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ തന്നോട് ഒന്നും പറയില്ല. ഞാനൊന്നും സംസാരിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഞാനും പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാം. അമ്മേ, അച്ഛാ, അത് പിന്നെ ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ. ഉണ്ണി, ഹലോ. ഒരു സിനിമയ്ക്ക് പോവാം. കുട്ടികളെ റെഡിയാക്കിയിട്ട് താനും റെഡിയായി നിന്നോ? ഓക്കെ ഏട്ടാ. ഓക്കെ. ഉണ്ണി. അമ്മേ അച്ഛനും നമ്മളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. അതിന് കാരണം ഉണ്ണിയുടെ അമ്മയാ. അല്ല, അച്ഛനും അതിന് കാരണ. അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? അപ്പൊ അമ്മയുടെ ഭാഗത്തും തെറ്റൊന്നുമില്ല. നിർത്ത്. ഇനി നിങ്ങൾ രണ്ടുപേരും വഴക്ക് തുടങ്ങാതെ നമുക്ക് അമ്മയുടെ അച്ഛന്റെയും വഴക്കൊന്ന് നിർത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം. അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിക്ക്. ഒരു കാര്യം ചെയ്താലോ? അമ്മുമ്മയോട് പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ പിണക്കം തീർക്കുമല്ലോ. അയ്യോ, അമ്മമ്മടുത്ത് പറഞ്ഞ ഇനിയും വഴക്ക് കൂടെ ഉള്ളൂ. അപ്പൂപ്പൻ പോലും ഇപ്പൊ വീട്ടിലില്ല. അതെ, നമുക്ക് സുമംഗലി അമ്മുമ്മയോട് കാര്യം പറഞ്ഞാലോ? അപ്പൊ ഇത് അതിലും വലിയ പ്രശ്നമാവില്ലേ? സുമംഗലി അമ്മമ്മ വളരെ ഡേഞ്ചറാ. അത് കറക്റ്റാ ഉണ്ണി. അവരോട് ഒന്നും പറയാൻ പറ്റില്ല. വല്യച്ഛനോടും വല്യമ്മയോടും പറഞ്ഞാലോ?
ചെറിയച്ഛനോടും ചെറിയമ്മയോടും പറയാമോ? ഇവരോട് ആരോടും ഇത് പറയണ്ട, നമുക്ക് തന്നെ ഇത് സോൾവ് ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ അച്ഛനും അമ്മയും കേക്കോ? കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നമ്മള് വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു പറഞ്ഞ് അമ്മയും അച്ഛനെയും പേടിപ്പിച്ചാലോ? ഇനി സ്കൂളിൽ പോവില്ല, ഭക്ഷണം കഴിക്കില്ല, ഹോംവർക്കും ചെയ്യില്ല എന്ന് പോയി പറഞ്ഞാലോ? അമ്മയോടും അച്ഛനോടും നമുക്ക് ദേഷ്യപ്പെട്ടാലോ? അമ്മക്ക് ഇനിയും ദേഷ്യം കൂടെയുള്ളൂ. അമ്മ നേരെ തിരിഞ്ഞ് നമ്മളെ ആയിരിക്കും വഴക്ക് പറയുന്നത്. അതെ, അച്ഛൻ ചിലപ്പോ സീരിയസ് ആവും. ഈ പ്ലാൻ വേണ്ട. വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് 3 പേർക്കും ചേർന്ന് അച്ഛനെ അമ്മയെ എടുത്തോണ്ട് പോയി വേറൊരു സ്ഥലത്ത് ഇടാം. എന്താന്ന്? നമ്മള് 3 പേരും അച്ഛനെ അമ്മയെ ഒരു സ്ഥലത്തോട്ട് എടുത്തോണ്ട് പോന്നോ? 3 പേരും ചേർന്ന ഒരാളെ പോലും എടുക്കാൻ പറ്റില്ല. അതെ, അവർക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. എന്നാ വേറൊരു കാര്യം ചെയ്യാം. അച്ഛനെടുത്ത അമ്മയെ പോലെയും അമ്മയുടെ അടുത്ത് അച്ഛനെ പോലെയും ഫോൺ വിളിച്ചിട്ട് സോറി പറയാം. പക്ഷെ അച്ഛന്റെ അമ്മയുടെ വോയിസ് മിമിക്രി കാണിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ വോയിസ് കണ്ടുപിടിച്ചാ പിന്നെ അത് പ്രശ്നമാവും. എന്നാ പിന്നെ സോറിന്ന് ഒരു ലെറ്ററിൽ എഴുതി അമ്മ തന്നതാന്ന് പറഞ്ഞിട്ട് അച്ഛനും, അച്ഛൻ തന്നതാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും നമുക്ക് കൊടുക്കാം. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അച്ഛനും അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാലോ. വേറെ എന്ത് ചെയ്യും? യെസ്, അച്ഛനെ അമ്മയെ ഒരുമിച്ച് ചേർക്കാനായിട്ട് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ? വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ കോൾ ചെയ്ത സമയത്ത് ചിലപ്പോൾ ശരിക്കും കേട്ട് കാണില്ല. കാരണം കുട്ടികൾ ബഹളം വയ്ക്കുന്ന ശബ്ദം ഞാൻ ഫോണിൽ കൂടെ കേട്ടതാ. ആ ബഹളത്തിൽ ചിലപ്പോൾ അവൾ കേട്ടിട്ടുണ്ടാവില്ല. ഏട്ടൻ വിളിച്ച സമയത്ത് കുട്ടികൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ആ ശബ്ദത്തിനിടയ്ക്ക് ഏട്ടൻ പറഞ്ഞത് ചിലപ്പോൾ കേൾക്കാത്തതായിരിക്കും. ഇങ്ങനെ ബഹളം വെച്ച് മിണ്ടാതിരിക്കുന്നതിനേക്കാളും കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ തിയേറ്ററിലിരുന്ന് സിനിമ കാണായിരുന്നു. ആവശ്യമില്ലാതെ ഏട്ടനോട് വഴക്കുണ്ടാക്കി. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അപ്പോളജൈസ് ചെയ്യണമെങ്കിൽ പുറത്തേക്ക് പോവായിരുന്നു. സോറി പറഞ്ഞിരുന്നെങ്കിൽ എന്നെയും കുട്ടികളെയും കൂട്ടി ഇപ്പൊ പുറത്തു പോയേനെ. ഒരു നല്ല ഒക്കേഷൻ വെറുതെ സ്പോയിൽ ചെയ്യാൻ പാടില്ല. ഞാൻ തന്നെ അവളോട് സോറി പറയാം. കുട്ടികളുടെ സന്തോഷം ഞാനായിട്ട് ഇല്ലാതാക്കണ്ട. അതുകൊണ്ട് സോറി പറഞ്ഞേക്കാം. എന്താ വസു ഇത്? ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഏട്ടനല്ലേ ശ്രദ്ധിക്കേണ്ടത്. നീ ഇങ്ങനെ പെട്ടെന്ന് തിരിയുമെന്ന് ഞാൻ എങ്ങനെ വിചാരിച്ചോ? ഏട്ടന് പെട്ടെന്ന് തിരിയുമെന്ന് ഞാൻ വിചാരിച്ചോ? ഞാൻ എന്ത് പറഞ്ഞാലും താൻ ശരിയായിട്ട് കേൾക്കില്ല അല്ലേ? അതിന് ഏട്ടൻ വ്യക്തമായിട്ട് പറയണ്ടേ? താൻ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുവാ. ഏട്ടൻ വന്നപ്പോഴേ ഇങ്ങനെ തന്നെയാ. ആക്ച്വലി ഞാൻ കോംപ്രമൈസ് ചെയ്യാന്ന് കരുതിയേ. ഞാനും ഏട്ടനോട് സോറി പറയാന്നാ വിചാരിച്ചേ. പിന്നെന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത് ഏട്ടനാ. ഓ മൈ ഗോഡ്, ഞാനല്ല വഴക്കുണ്ടാക്കുന്നത്, താനാ വീണ്ടും വീണ്ടും. അമ്മേ നിർത്തമ്മേ. അച്ഛനും കൂടി നിർത്ത്. നോക്കുണ്ണി, ഏട്ടൻ വീണ്ടും എന്നോട് വഴക്കുണ്ടാക്കാൻ വരുക. എന്റെ മക്കളെ ഞാൻ കോംപ്രമൈസ് ചെയ്യാന്ന് കരുതി വന്നപ്പോ വെറുതെ ഇവളെ ഇങ്ങനെ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നത്. കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാറില്ല. ആക്ച്വലി ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ തിരിഞ്ഞ് സോറി പറയാന്നാ വിചാരിച്ച. അല്ല, ഇങ്ങനെ ഇരുന്നിട്ട് തിരിഞ്ഞിട്ട് ഇടിക്കാൻ വേണ്ടി ചെയ്തതാ. Come on, get your head right. We be up in the club.
ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. അപ്പൊ പിന്നെ എന്തിനാ എന്റെ തലയിൽ ഇടിച്ചേ? ആക്ച്വലി താനാണ് എന്റെ തലയിൽ ഇടിച്ചത്. അല്ല, ഏട്ടനാ എന്നെ ഇടിച്ചേ. പ്ലീസ് അമ്മേ, ഒന്ന് നിർത്തോ പ്ലീസ്. പ്ലീസ് അച്ഛ, വഴക്കുണ്ടാക്കാതെ ഒന്ന് കോംപ്രമൈസ് ആവ്. അതിന് ഞാൻ റെഡിയാ, പക്ഷെ നിങ്ങളുടെ അമ്മ റെഡിയാവണ്ടേ? ഞാൻ റെഡിയായിട്ട് തന്നെ ഇരിക്കുന്ന, ഏട്ടനെ റെഡിയാവട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ആദ്യം ഏട്ടൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറയും. ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛാ വാ, താഴേക്ക് പോവാം. ഞാൻ വരുന്നില്ല. ഞാനും വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. കീർത്തി, നീ അവിടെ എന്താ ചെയ്തേ? അച്ഛന്റെ കാലിലും അമ്മയുടെ കാലിലും കയറ് കെട്ടിയിട്ടുണ്ട്. എന്തിന്? രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടി. കയറ് കെട്ടിയ അവരൊന്നാവോ? അവര് കോംപ്രമൈസ് ആവും, നോക്കിക്കോ. ഞാൻ പുറത്തു പോവാ. പൊയ്ക്കോ, ഞാനും പുറത്തു പോവാ. എന്നാ പിന്നെ പോ. ഏട്ടൻ ആദ്യം പൊയ്ക്കോ. താൻ തന്റെ കാര്യം നോക്കിയാ പോലെ. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. ഏട്ടന്റെ കാര്യം ഏട്ടൻ നോക്കിക്കോ. ഓക്കെ. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ, മുമ്പത്തെക്കാളും സുന്ദരം. മുകിലിൽ തട്ടിത്തൂവും മഴവിൽ ചന്തം കാണാൻ ഇന്നത്തെക്കാളും സുന്ദരം. ഇപ്പൊ കണ്ടില്ലേ അമ്മയും അച്ഛനും കോംപ്രമൈസ് ആയത്? ശരിക്കും കോംപ്രമൈസ് ആയോ? എനിക്കെന്തോ ഡൗട്ട് പോലെ. തിരയാകെ നുരച്ചിന്നുമ്പോ എവിടത്തെക്കാളും സുന്ദരം. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ, മുമ്പത്തെക്കാളും സുന്ദരം. മുകിലിൽ തട്ടിത്തൂവും മഴവിൽ ചന്തം കാണാൻ എന്നത്തെക്കാളും സുന്ദരം. താരാകാശം ദൂരെ കാണാൻ സുന്ദരം. ദീപമനോഹര നഗരം എത്രയോ സുന്ദരം. താളത്തുടിയിൽ തുടരും ഗാനം സുന്ദരം. അവയോട് താരാടും യൗവനം സുന്ദരം. പുതുമോടി അണിഞ്ഞ് നടക്കാം, ഇളമേനിയൊരുമ്മിയിരിക്കാം. ഇത് നമ്മുടെ സുന്ദര മോഹക്കൂടാരം. രാവേറെ അലഞ്ഞുരസിക്കാം, മൃദുമർമരമേറ്റു ചിരിക്കാം. ഇതു നമ്മുടെ സുന്ദര രാഗക്കൂടാരം. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റേ, മുമ്പത്തെക്കാളും അല്ല, താനെന്താ എന്റെ കാലിൽ കയറ് കിട്ടിയത്? ഞാൻ എങ്ങനെ കെട്ടാനാ? ഏട്ടനല്ലേ എന്റെ കാലിൽ കെട്ടിയത്.
അല്ല ഞാനപ്പോ കിട്ടിയെന്നാ? ഞാനും കിട്ടിയില്ല. പിന്നെ കയറെങ്ങനെ ഇവിടെ വന്നേ? എനിക്കെങ്ങനെ അറിയാം? അത് ഏട്ടനല്ലേ അറിയൂ. എനിക്ക് അറിയത്തുണ്ടല്ലേ ചോദിച്ചേ. വീണ്ടും കള്ളം പറയാതെ. ഏയ് ഹലോ ഹലോ, താനാ ഇങ്ങനെ കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാനല്ല, ഏട്ടനാ കള്ളം പറയുന്നേ. അയ്യോ, ഇവര് വീണ്ടും വഴക്കിടാൻ തുടങ്ങുവാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവരത്ര പെട്ടെന്നൊന്നും കോംപ്രമൈസ് ആവില്ല എന്ന്. ഈ പ്ലാൻ എന്തായാലും ഫെയിലായി. നമുക്ക് വേറെ പ്ലാൻ നോക്കാം. വാ പോവാ. അഖിൽ, വീട് മുഴുവനും ഞാൻ നിന്നെ അന്വേഷിച്ചു. നീ ആണെങ്കിൽ ആരും അറിയാതെ ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നോ? എന്തു പറ്റി? കാര്യം എന്താ പറയാ? നിനക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നേന്ന് ഒന്ന് പറഞ്ഞേ. വേറെന്ത് കൊണ്ടുവരാനാ? വല്ല കംപ്ലൈന്റും കൊണ്ടുവന്ന് കാണും, അത് തന്നെ. കംപ്ലൈന്റ് അല്ല അഖിൽ, നല്ലൊരു സ്വീറ്റ്സാ കൊണ്ടുവന്നിരിക്കുന്നെ. നോക്ക്. എന്താടി ഇത്? പായസം. പായസമാണോ അതോ പോയിസൺ ആണോ? നിനക്ക് ഇഷ്ടമുള്ളോണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിപ്പിച്ചോണ്ട് വന്നപ്പോ പോയിസൺ എന്ന് പറയണോ? അല്ല, പായസം ഉണ്ടാക്കിപ്പിച്ചു പറഞ്ഞ? അത് എനിക്ക് പായസം ഉണ്ടാക്കാനൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഭാവനേട്ടത്തിയോട് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചതാ. കഴിക്കൽ. എങ്ങനെയുണ്ട്? എന്റെ ഏട്ടത്തി ഉണ്ടാക്കിയ പായസമല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. അതെ അഖിൽ. എന്താടി നീ സോപ്പിടുവാണോ? സോപ്പ് അല്ല അഖിൽ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താ അത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും നമ്മൾ പുറത്തേക്കൊന്നും പോയിട്ടേ ഇല്ലല്ലോ. ഈ ഇടയ്ക്കല്ലേടി ഉത്സവത്തിന് നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നത്. പുറത്തേക്ക് പോവെന്ന് വെച്ചാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാടി? കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ. വീട്ടിലല്ലാതെ പിന്നെ റോഡിൽ പോയി കിടക്കാൻ പറ്റുമോ? വീടില്ലാത്തവരെ റോഡിൽ നിൽക്കുന്നത് നമ്മളല്ല. പറയുന്നത് കേൾക്കഖിൽ. പറയൂ. കഴിഞ്ഞ മാസം എന്റെ ഫ്രണ്ട് ലേഖ കല്യാണം കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ പോയിരുന്നു. ലാസ്റ്റ് വീക്ക് മധുമതി ലണ്ടനിലേക്ക് പോയി. ഇന്ന് സുപ്രിയ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവാണ്. എന്തിനാ? ഹണിമൂണിന് വേണ്ടി. ഓ റിയലി? കൺഗ്രാറ്റ്സ്. നമുക്കും കൂടി പോവാ അഖിൽ. എങ്ങോട്ട് പോവാനാ? ഹണിമൂണിന്. അതിന് നമ്മുടെ കല്യാണം ഇപ്പോഴല്ലല്ലോ കഴിഞ്ഞത്, കുറെ നാളായില്ലേ. കല്യാണം കഴിഞ്ഞ് ഒരു തവണ പോലും നമ്മൾ ഹണിമൂണിന് പോയിട്ടില്ല. നമ്മൾ എവിടെയും പോയില്ലെങ്കിലും വീട്ടിൽ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. എന്താ അഖിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കാൻ നമ്മൾ എന്താ വയസ്സായവരാണോ? നമ്മുടെ ഏജിലുള്ളവർ എന്തുമാത്രം എൻജോയ് ചെയ്യാണെന്ന് അറിയാമോ?